ASM പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ സീരീസാണ്. നമ്മളതിൽ 4-5 സീരീസ് ചെയ്തിരുന്നു. അടുത്ത് നോക്കിയേ, അടുത്തൊരു സീരീസാണ്. അപ്പോൾ വരുന്ന ചോദ്യങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചെയ്തു നോക്കുക. അതിനോടൊപ്പം തന്നെ മാർക്കുകളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നോക്കിയേ, ചോദ്യം ഇങ്ങനെയാണ്: രേഖ വിൽ ഹാവ് ടി. രേഖ വിൽ ഹാവ് ടി. ഓപ്ഷനിൽ വിൽ ഷീ ഉണ്ട്, അതുപോലെ വിൽ നോട്ട് ഷീ ഉണ്ട്, അതുപോലെ ഷീ വില്ലുണ്ട്, അതുപോലെ വോണ്ട് ഷീ ഉണ്ട്. നമുക്കിവിടെ ഉത്തരമായിട്ട് ഏതാണ് വരുന്നത്? ഒന്ന് ചെയ്തു നോക്കിയേ. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താണ്? നോക്കിയേ, ചില കുട്ടികൾക്ക് ഇതിൽ ഓപ്ഷനിൽ ഇച്ചിരി കൂടെ കൺഫ്യൂസിങ് ആയിട്ട് ഓപ്ഷൻ വരാം. ഹാവിൻ്റെ ഷീ നമുക്ക് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അങ്ങനെ ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ 2 ഓക്സിലറി വെർബ് വരുന്ന സെന്റൻസുകളിൽ, 2 ഓക്സിലറി വെർബ് വരുന്ന സെന്റൻസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആദ്യത്തെ ഓക്സിലറി വെർബിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ, ടാഗ് ചെയ്യണം. ഇപ്പൊ 2 ഓക്സിലറി വെർബ് വരുന്ന സെന്റൻസുകളിൽ ആദ്യത്തെ ഓക്സിലറി വെർബിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടാഗ് ചെയ്യണം. കണ്ടല്ലോ, ഇവിടെ ഏതൊക്കെ വന്നിട്ടുണ്ട് വാക്കുകൾ? ഓപ്ഷനിൽ ചോദ്യത്തിൽ ഏതൊക്കെ വന്നിട്ടുണ്ട്? വില്ലും വന്നിട്ടുണ്ട്, അതുപോലെ ഹാവ് വന്നിട്ടുണ്ട്. വില്ലും ഹാവും വന്നിട്ടുണ്ട്. നമ്മളപ്പോ ഏതിനനുസരിച്ച് ടാഗ് ചെയ്തു? വില്ലിനനുസരിച്ച് ടാഗ് ചെയ്യണം. ഇപ്പൊ ഓർമ്മയിലിരിക്കണം, 2 ഓക്സിലറി വെർബ് വരുന്ന സെന്റൻസുകളിൽ ആദ്യത്തെ ഓക്സിലറിക്ക് അനുസരിച്ച് ടാഗ് ചെയ്യണം. അപ്പൊ വില്ലിനോടൊപ്പം നോട്ട് ചേർന്നത് മാറ്റം വരുന്നു കൂട്ടരെ. വില്ലിനോടൊപ്പം നോട്ട് ചേർന്നാൽ എന്ത് മാറ്റം വരും? വോണ്ടെന്ന് കിട്ടുന്നു. അതുപോലെ ടാഗിൽ സബ്ജക്റ്റ് ഏതാണ്ടേ? സബ്ജക്റ്റ് രേഖയാണ്. രേഖയ്ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? ഷീ എഴുതാം. രേഖയ്ക്ക് വരാം ഷീ എഴുതാം. അപ്പൊ വോണ്ട് ഷീ അവിടെ ഉത്തരമായിട്ട് വരും. ശ്രദ്ധിക്കാം. എന്നാൽ ചില സെന്റൻസുകൾ ഐ ആം ഷുവർ തുടങ്ങും. ഏത് തുടങ്ങും മക്കളെ? ഐ ആം ഷുവർ. അതുപോലെ ഐ ബിലീവ്, ഐ ആം ഷുവർ, ഐ ബിലീവ്, ഐ തിങ്ക്. അതുപോലെ ഐ ആം അഫ്രൈഡ്, അതുപോലെ ഐ സസ്പെക്ട്. വാക്കുകൾ ഏതൊക്കെയുണ്ട്? ഐ ആം ഷുവർ, ഐ ബിലീവ്, ഐ തിങ്ക്, ഐ ആം അഫ്രൈഡ്, ഐ സസ്പെക്ട് എന്നീ വാക്കുകളിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ ഈ വാക്കുകൾ ഒഴിവാക്കിയിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗത്തിനനുസരിച്ച് ടാഗ് ചെയ്യണം. പറഞ്ഞു മനസ്സിലായ? ഈ വാക്കുകളിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗത്തിനനുസരിച്ച് ടാഗ് ചെയ്യണം. ചോദ്യം നോക്കി: ഐ ആം ഷുവർ, കോമ ഐ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ടാഗ് പറഞ്ഞു നോക്കിയേ. ഐ ആം ഷുവർ, ഐ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. നോക്കടോ, അവിടെ ഐ ആം ഷുവറിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഐ ആം ഷുവർ ഒഴിവാക്കി ബാക്കി നിൽക്കുന്ന ഭാഗം ഏതാ? ഐ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഐ സബ്ജക്റ്റ് ആണ്, ക്യാൻ ഓക്സിലറി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? കാണ്ട് ഐ ഉത്തരമായിട്ട് കിട്ടുന്നു. കാണ്ട് ഐ അവിടെ ഉത്തരമായിട്ട് കിട്ടുന്നു. എന്നാൽ ഇഫ് ക്ലോസ് വരുന്ന സെന്റൻസുകൾ ഉണ്ടല്ലോ ഉണ്ടല്ലേ, ഇഫ് വരുന്ന സെന്റൻസുകൾ നമ്മൾ അതിന് ടാഗ് ചെയ്യുന്ന സമയത്ത് ഇഫ് വരുന്ന ഭാഗം ഒഴിവാക്കി കളഞ്ഞിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗത്തിനനുസരിച്ച് ടാഗ് ചെയ്യണം. ഇഫ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഇഫ് ക്ലോസ് വരുന്ന സെന്റൻസുകൾ ഒഴിവാക്കിയിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗം നോക്ക്. ഇഫ് ഐ ഗോ ദേയർ, കോമ ഐ വിൽ സീ ഹിം. ഇതാണ് ചോദ്യം. ഇഫ് ഐ ഗോ ദേയർ, ഐ വിൽ സീ ഹിം. നമ്മൾ പറഞ്ഞതാണ് ഇഫ് ക്ലോസ് വരുന്ന സെന്റൻസിൽ ഇഫ് വരുന്ന ഭാഗം ഒഴിവാക്കി കളയുക, ബാക്കി നിൽക്കുന്ന ഭാഗത്തിനനുസരിച്ച് ടാഗ് ചെയ്യണം. ബാക്കി നിൽക്കുന്ന ഭാഗം ഏതാണ്? ഐ വിൽ സീ ഹിം. ഐ സബ്ജക്റ്റ്, വിൽ ഓക്സിലറി. അപ്പം ഐയോടൊപ്പം എന്ത് ചെയ്യുന്നു? വില്ലിനോടൊപ്പം നോട്ട് ഇടുന്നത് മാറ്റം വരുന്നു. വോണ്ട് കിട്ടുന്നു. സബ്ജക്റ്റ് ഏതാണ്? ഐ. വോണ്ട് ഐ ഉത്തരമായിട്ട് വരുന്നു. മറക്കരുത്. ഓക്കെ. അപ്പൊ അതായത് സബോർഡിനേറ്റ് ക്ലോസും
അതുപോലെ മെയിൻ ക്ലോസും വരുന്ന സെന്റൻസുകളിൽ സബോർഡിനേറ്റ് ക്ലോസ് ഒഴിവാക്കിയിട്ട് മെയിൻ ക്ലോസിനനുസരിച്ച് ടാഗ് ചെയ്യണം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കി. വി നീഡിന്റ് ഗോ ടു സ്കൂള് ടുഡേ. ടാഗ് ഉപയോഗിക്കാനാണ്. വി നീഡിന്റ് ഗോ ടു സ്കൂള് ടുഡേ. ഇവിടെ നോക്കിയേ, നീഡ് വരുന്ന സെന്റൻസുകൾക്ക് ഇവിടെ ഓപ്ഷനിൽ മസ്റ്റ് വി ഉണ്ട്, മസ്റ്റിന്റ് വി ഉണ്ട്, ഡു വി ഉണ്ട്, നീഡ് വി ഉണ്ട്. നമുക്ക് ഉത്തരമായിട്ട് ഏത് വരുന്നു? നീഡ് വി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു അല്ലേ? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആയിട്ടുള്ള നീഡ് വി അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? നീഡ് വി ഉത്തരമായിട്ട് വരുന്നു. നീഡ് വി ഉത്തരമായിട്ട് വരുന്നു. ഇനി കാരണം പറ കുട്ടികളെ, നീഡ് വരുന്ന സെന്റൻസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ ഡയറും ഓക്സിലറി ആയിട്ട് വരുന്ന സെന്റൻസുകൾക്ക് പ്രത്യേകത ഉണ്ട്. നീഡ് അല്ലെങ്കിൽ ഡയർ ഓക്സിലറി ആയിട്ട് വരുന്ന സെന്റൻസുകളിൽ നീഡും ഡയറും കഴിഞ്ഞിട്ട് ഒരു വെർബ് വന്നിട്ടുണ്ടെങ്കിൽ, നീഡിനെയും ഡയറിനെയും ഓക്സിലറി ആയിട്ട് എടുത്ത് ടാഗ് ചെയ്യാം. നോക്കട്ടെ, ഇവിടെ നീഡിന്റെ പൊതുവെ ഈ നീഡിന്റെ ഡയറിന്റെ ഒക്കെ കഴിഞ്ഞിട്ടാണ് വെർബ് വരുന്നത്. അത്തരം സെന്റൻസിലാണ് നീഡും ഡയറും വെച്ച് ടാഗ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാണെങ്കിൽ നീഡ് കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ട്? ഒരു വെർബായിട്ടുള്ള ഗോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നീഡ് വെച്ച് ടാഗ് ചെയ്യാം. എന്നാൽ നീഡ് അതുപോലെ ഡയർ വരുന്ന സെന്റൻസിൽ ഒരു വെർബ് വന്നിട്ടില്ല എങ്കിൽ, വെർബ് ഇല്ല എങ്കിൽ നീഡും ഡയറിനെയും സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി കണ്ടെത്തണം. ഇപ്പം നീഡ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ ഇപ്പോൾ വെർബില്ല, നീഡ് വരുന്ന സെന്റൻസ് ആണ് കിടക്കുന്നതെങ്കിൽ ഡു ഓക്സിലറി വെച്ച് ടാഗ് ചെയ്യണം. നീഡ്സ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ ഡസ് ഓക്സിലറി വെച്ച് ടാഗ് ചെയ്യണം വെർബ് സ്പ്ലിറ്റിങ്ങിലൂടെ. നീഡഡ് ആണെങ്കിൽ ഡിഡ് ഓക്സിലറി വെച്ച് ടാഗ് ചെയ്യണം. ഇപ്പൊ നീഡ് ഡയർ എന്നീ ഓക്സിലറി കഴിഞ്ഞിട്ട് ഒരു വെർബ് വന്നിട്ടുണ്ടെങ്കിൽ നീഡും ഡയറും വെച്ച് തന്നെ ടാഗ് ചെയ്യുക. നീഡും ഡയറും കഴിഞ്ഞിട്ട് വെർബ് വന്നിട്ടില്ല എങ്കിൽ നീഡ് വെർബായിട്ട് ഉപയോഗിക്കുന്നു, ഡയർ വെർബായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നീഡ് വരുന്ന സെൻസിൽ ഡു, നീഡ്സ് ആണെങ്കിൽ ഡസ്, നീഡഡ് ആണെങ്കിൽ ഡിഡ് വെച്ച് ടാഗ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് ചോദ്യം കിടക്കുന്നത്. ഐ നീഡ് എ പെന്ന്. നോക്ക്, നീഡ് വന്നിട്ടുണ്ട്, വെർബൊന്നുമില്ല. ഇപ്പൊ നീഡ് വെച്ചിട്ട് ടാഗ് ചെയ്യണം. ഡു ഡസ് ഡിഡ് വെച്ചിട്ട് ടാഗ് ചെയ്യേണ്ടി വരും. നീഡിനെ സ്പ്ലിറ്റ് ചെയ്യണം. നീഡ് വരുന്ന സെൻസ് ആണെങ്കിൽ ഏത് വെച്ച് ടാഗ് ചെയ്യാൻ പറഞ്ഞു? ഡു വെച്ച്. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് കിട്ടുന്നു? പോസിറ്റീവ് ആയതുകൊണ്ട് ഡോണ്ട് ഐ അവിടെ ഉത്തരമായിട്ട്. അപ്പൊ നീഡ് അല്ലെങ്കിൽ ഡയർ വരുന്ന സെന്റൻസുകളിൽ എന്ത് വന്നിട്ടുണ്ടോ നോക്കാം. ഒരു വെർബ്, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഒരു വെർബ് വന്നിട്ടുണ്ടെങ്കിൽ നീഡും ഡയറും വെച്ചിട്ട് തന്നെ ടാഗ് ചെയ്യുക. നീഡും ഡയറും വരുന്ന സെൻസിൽ വെർബ് വന്നിട്ടില്ല എങ്കിൽ ഡു ഡസ് ഡിഡ് വെച്ച് ടാഗ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കിയേ. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈസ് കൺസിഡേർഡ് ആസ് ഡാഷ് അൾട്ടിമേറ്റ് പണിഷ്മെന്റ് ഫോർ എനി ക്രൈം. കണ്ടല്ലോ, ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. നല്ലൊരു ചോദ്യം വരുന്നു. എ ഉണ്ട്, ആൻ ഉണ്ട്, ദായുണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ദായാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആയിട്ടുള്ള ദ. നമുക്ക് അൾട്ടിമേറ്റ്, നിങ്ങൾ എ അല്ലെങ്കിൽ ആൻ അൾട്ടിമേറ്റ് എന്ന് എഴുതി വയ്ക്കും, തെറ്റിപ്പോകും. അതായത് അൾട്ടിമേറ്റ് എന്ന വാക്കിന് മുന്നിൽ അൾട്ടിമേറ്റ്, അതുപോലെ ലാസ്റ്റ്, അതുപോലെ നെക്സ്റ്റ്, ഇത്തരം വാക്കുകൾക്ക് മുന്നിൽ നമ്മൾ എന്ത് ചേർത്ത് പറഞ്ഞാൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അൾട്ടിമേറ്റ്, ലാസ്റ്റ്, നെക്സ്റ്റ് ഈ വാക്കുകൾക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറഞ്ഞാൽ ദ ചേർത്താണ് പറയേണ്ടത്. ആർട്ടിക്കിൾ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. അതുകൊണ്ട് നമുക്ക് അവിടെ ഉത്തരമായിട്ട് എന്ത് വരുന്നൂടെ? അവിടെ അൾട്ടിമേറ്റ് കിടക്കുന്നുണ്ട്, നമുക്ക് ദ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. We dash each other for 5 years. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹാവ് നോൺ ആണ്. ഏത് വരുന്നു? ഡി ഓപ്ഷൻ ആയിട്ടുള്ള ഹാവ് നോൺ വരുന്നു. ഇനി നോക്കിക്കോണേ, സിൻസ് പഠിച്ചോണം. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ing ആണ് വരുന്നത്. എന്ത് വരുന്നു മക്കളെ? സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ing വരും. നിങ്ങൾ നോക്കിയാണ് ഇവിടെ നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഫോർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഏത് വരണം? ഹാസ് ബീൻ പ്ലസ് ing വരാം, ഹാവ് ബീൻ പ്ലസ് ing. നമ്മൾ ഓപ്ഷനിൽ അതില്ല. ഇൻ കേസ് വന്നാലും നമുക്കിപ്പോൾ അത് എഴുതാൻ പറ്റില്ല.
ഇതൊരു കണ്ടീഷനാണ്. ഇൻ കേസ് ഇപ്പോൾ ഹാസ് ബീൻ, നോയിങ് എന്ന് കടന്നാലും നമുക്ക് അത് എഴുതാൻ പറ്റില്ല. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻസിൽ ഫിക്സഡ് ആൻസേഴ്സ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ing തന്നെയാണ്. പക്ഷേ തന്നിരിക്കുന്ന വെർബിന്റെ രീതി അനുസരിച്ച് നമ്മൾ ചിലപ്പോഴൊക്കെ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എഴുതണം. അതായത് തന്നിരിക്കുന്ന വെർബ് സ്റ്റേറ്റീവ് വെർബുകളാണെങ്കിൽ സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബുകൾ രണ്ട് തരമുണ്ട്. സ്റ്റേറ്റീവ് വെർബും ഉണ്ട്, അതുപോലെ ഡൈനാമിക് വെർബും ഉണ്ട്. സ്റ്റേറ്റീവ് ആൻഡ് ഡൈനാമിക് വെർബ്. സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അതിനെ രണ്ട് പേരുകളിൽ അറിയപ്പെടും. ഒന്ന് സ്റ്റേറ്റീവ് വെർബ്, രണ്ടാമത്തത് ഡൈനാമിക് വെർബ്. ഇനി എന്താണ് ഈ സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ചിന്തകളിൽ വരുന്ന പ്രവൃത്തികൾക്ക് പറയുന്ന പേരാണ് സ്റ്റേറ്റീവ് വെർബ്. അതായത് ഫിസിക്കൽ ആക്ഷൻസ് ഇല്ല, ശരീരം അനങ്ങി ചെയ്യുന്നതല്ല, നമ്മുടെ ചിന്തകളിൽ വരുന്ന പ്രവൃത്തികളാണ്. അതായത് ലവ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവാണ്, ഹെയ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവാണ്, നോ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവാണ്, ആംഗ്രി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവാണ്, അതുപോലെ ഫൊർഗെറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവാണ്. ഫൊർഗോട്ട് അല്ലെങ്കിൽ ഫൊർഗെറ്റ് സ്റ്റേറ്റീവാണ്. ഇതൊക്കെ സ്റ്റേറ്റീവ്, അതായത് നമ്മുടെ ചിന്തകളിൽ വരുന്ന പ്രവൃത്തികളാണ്, കൈയും കാലും അനങ്ങാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ഷൻസിനാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. അതായത് വാക്ക് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക്കാണ്, ഈറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്, സ്ലീപ്പ് എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്, റൈറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്, അതേപോലെ ഗോ എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്, സിങ് എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്. അതായത് ശരീരം അനങ്ങി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പറയുന്ന പേര് ഡൈനാമിക്, ചിന്തകളിൽ വരുന്ന പ്രവൃത്തികൾക്ക് പറയുന്ന പേര് സ്റ്റേറ്റീവ്. പഠിക്കുക, ഈ സ്റ്റേറ്റീവ് വെർബുകൾ ഉണ്ടല്ലോ, സ്റ്റേറ്റീവ് വെർബ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെർബ്, സ്റ്റേറ്റീവ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെർബ് എന്ന് പറയാറുണ്ട്. സ്റ്റേറ്റീവ് വെർബുകൾക്ക് എന്തില്ല? ing രൂപങ്ങളിൽ വെർബ് പറയാറില്ല. സ്റ്റേറ്റീവ് വെർബുകൾക്ക് എന്തില്ല? ing രൂപങ്ങളിൽ വെർബ് പറയാറില്ല. അതായത് ഇത്തരം വെർബുകളെ നമുക്ക് ing ചേർത്ത് പറയാറില്ല. ഒരു ടെൻസിന്റെ ബേസിൽ പ്രസന്റ് കണ്ടിന്യൂസിലോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ, പാസ്റ്റ് കണ്ടിന്യൂസിലോ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ, ഫ്യൂച്ചർ കണ്ടിന്യൂസിലോ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ ഈ വാക്കുകൾ എന്തായിട്ട് ഉപയോഗിക്കില്ല. ഈ കണ്ടിന്യൂസ് വരുന്ന എല്ലാ ടെൻസും ing-കളാണ്. അതിലൊന്നും ഈ വെർബുകൾ ing ആയിട്ട് ഉപയോഗിക്കാറില്ല. ഓക്കെ, അവ നമുക്ക് ing ആയിട്ട് ഉപയോഗിക്കാം ജെറണ്ട് ആണെങ്കിൽ മാത്രം. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസിന്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ing ആയിട്ട് ഉപയോഗിക്കാം, നൗൺ ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ വെർബായിട്ട് ഇവ ടെൻസിൽ ഉപയോഗിക്കാറില്ല, ടെൻസിൽ ഇവ ഉപയോഗിക്കാറില്ല. അപ്പൊ നോക്കിയാൽ ഇത്തരം വെർബുകൾ ഇത്തരമുള്ള കാര്യം. ഇനി സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ സ്റ്റാറ്റിക് വെർബുകളാണ് കിടക്കുന്നതെങ്കിൽ അവയുടെ ഉത്തരം സ്റ്റാറ്റിക് വെർബ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതാൻ പാടില്ല? ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ing എഴുതരുത്. പകരം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എഴുതണം. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനിൽ സിൻസ് ഫോർ വരുന്ന സെന്റൻസുകളിൽ സ്റ്റാറ്റിക് വെർബുകളാണ് അല്ലെങ്കിൽ സ്റ്റേറ്റീവ് വെർബുകളാണ് കിടക്കുന്നതെങ്കിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ing എഴുതരുത്. പകരം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എഴുതണം. അതുകൊണ്ടാണ് കുട്ടികളെ ഇവിടെ ഉത്തരം വന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് നോൺ വന്നത്. വി പ്ലൂറൽ ആയതുകൊണ്ട് ഹാവിന്. ഓക്കെ, വെർബുകൾ രണ്ട് തരം, സ്റ്റേറ്റീവ് ആൻഡ് ഡൈനാമിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. സ്റ്റാറ്റിക് വെർബുകൾ എന്ന് പറഞ്ഞാൽ ചിന്തയിൽ വരുന്ന പ്രവൃത്തികൾ, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ഷൻസ്. സ്റ്റാറ്റിക് വെർബിന് എന്തില്ല? ing രൂപത്തിൽ പറയാറില്ല. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇങ്ങനെയാണ്: ഇറ്റ് ഡാഷ് റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക്. ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്. തന്നിരിക്കുന്ന ചോദ്യം കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഉത്തരത്തിൽ ഓപ്ഷനിൽ ഈസ് റെയിനിങ് ഉണ്ട്, ഹാവ് ബീൻ റെയിനിങ് ഉണ്ട്, അതുപോലെ ഹാസ് ബീൻ റെയിനിങ് ഉണ്ട്, അതുപോലെ വാസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെ വരാം? ഇവിടെ നോക്കിയേ, ഇറ്റ് വാസ് പറയാം, ഹാവ് ബീൻ എന്തായാലും പറയില്ല, കാരണം ഇറ്റ് സിംഗുലാർ ആയതുകൊണ്ട് എന്തായാലും എന്ത് വരില്ല? ഹാവ് ബീൻ പ്ലസ് ing വരില്ല. വാസ് വരാം, ഈസ് വരാം, ഹാസ് ബീനും വരാം. ഇനി ഇതിലെങ്ങനെ നോക്കുക? നോക്ക്, വെൽസ് ആർ ഓവർഫ്ലോയിങ് കണ്ടല്ലോ, 6 വരുന്നു. 6 ഓവർഫ്ലോയിങ്. 6 വരുന്നോണ്ട് എന്ത് വരില്ല കുട്ടികളെ? 6 വരുന്നോണ്ട് ഒരിക്കലും വാസ് വരില്ല. 6 വരുന്നോണ്ട് എന്ത് വരില്ല? വാസ്. 6 എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് പ്രസന്റ് ടെൻസ് ഒരിക്കലും എന്തുമായിട്ട് കണക്ട് ചെയ്ത് പറയില്ല? പാസ്റ്റുമായിട്ട് ബന്ധിപ്പിച്ച് പറയില്ല. ഇനി അടുത്തത് എന്ത് ചെയ്യുന്നൂടെ? ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയാം, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. ഇത് രണ്ടിലേ അത് വരും. ഇനി നോക്കിക്കോണം, ശ്രദ്ധിച്ചോ.
തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം ഫസ്റ്റ് ഭാഗം എന്താണെന്ന് നോക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ, തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനോടൊപ്പം ചേരുന്നത് പാസ്റ്റ് അല്ല, തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനോടൊപ്പം ചേരുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. എന്തായിരിക്കും ചേരുന്നത് കുട്ടികളെ? പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കണക്റ്റഡ് വിത്ത് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാണ് കുട്ടികളെ, തന്നിരിക്കുന്ന ചോദ്യത്തില് ആർ ഓവർഫ്ലോയിങ് എന്ന് കിടപ്പുണ്ട്. ആർ ഓവർഫ്ലോയിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഒരു ഭാഗം പ്രസന്റ് കണ്ടിന്യൂസ് വന്നിട്ടുണ്ട്, മറുഭാഗത്തെ അത് പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതാണ് കുട്ടികളെ? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി. ബീൻ പ്ലസ് ഐ എൻ ജി. നമുക്ക് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഏത് വരുന്നു? സി ഓപ്ഷൻ ആയിട്ടുള്ള ഉത്തരം വരുന്നത്. ഹാസ് ബീൻ ഏത് റെയിൻ, ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് എഴുതാം. അപ്പൊ സെന്റൻസിന്റെ ഒരു ഭാഗം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ മറുഭാഗത്ത് വരുന്നത് എന്തായിരിക്കണം കുട്ടികളെ? എന്തായിരിക്കണം? പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് കണക്റ്റഡ് വിത്ത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റിലുള്ള രണ്ട് കണ്ടിന്യൂസും പരസ്പരം ചേർത്ത് എഴുതാം, മറക്കരുത്, ചേർത്ത് എഴുതാം. ഇനി പ്രസന്റിൽ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് നമ്മൾ പിടിച്ചോണം. സെന്റൻസിന്റെ ഒരു ഭാഗം ഫസ്റ്റ് ഭാഗം, ഇനി നമുക്ക് ബാക്കി രണ്ട് ടെൻസേ ഉള്ളൂ പ്രസന്റിൽ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട്. ബാലൻസ് ചെയ്യുന്ന ടെൻസുകൾ ഏതൊക്കെയാണ് പ്രസന്റിലുള്ളത്? പ്രസന്റ് പെർഫെക്റ്റും ഉണ്ട്, സിമ്പിൾ പ്രസന്റും ഉണ്ട്. സെന്റൻസിന്റെ അത് തന്നെയാണ് അടുത്ത കണ്ടീഷൻ. തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണെങ്കിൽ മറുഭാഗത്ത് സിമ്പിൾ പ്രസന്റ്. സെക്കൻഡ് പാർട്ട് എന്തായിരിക്കണം? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കുട്ടികളെ? വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിന്റെ അടുത്ത് നമ്മൾ രണ്ടാമത്തെ പ്രസന്റിലുള്ള രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണെങ്കിൽ മറുഭാഗത്ത് സിമ്പിൾ പ്രസന്റ്. എന്ത് ചെയ്യും? സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. V1 എഴുതണമെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം. എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ വാക്സ്, ഈറ്റ്സ്, സിങ്സ്, സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം, മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. When we reached the stadium, the players dashed the ground. കണ്ടല്ലോ, അവിടെ ലെഫ്റ്റ് ഉണ്ട്, ലിവ്ഡ് ഉണ്ട്, ആർ ലിവിങ് ഉണ്ട്, ഹാഡ് ലെഫ്റ്റ് ഉണ്ട്. ഏത് വരുന്നു കുട്ടികളെ? നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹാഡ് ലെഫ്റ്റ് ആണ്. പഠിച്ചതാണ്. സെന്റൻസിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ഷൻ, ആദ്യത്തെ ആക്ഷൻ, ആദ്യം നടന്ന പ്രവൃത്തി എന്തായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ അതിന്റെ മറുഭാഗത്ത് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ആക്ഷൻ എന്തായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. സിമ്പിൾ പാസ്റ്റ്. എന്തുത്തരം? V2. അപ്പം ഫസ്റ്റ് ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റും സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റും ആയിരിക്കും. ഇവിടെ നോക്കിയാണ് മക്കളെ, വെൻ വി റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആക്ഷൻ ആണ്. രണ്ടാമത് ഹാഡ് പ്ലസ് V2 ആണ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം? ഹാഡ് പ്ലസ് V3. അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. ഞാൻ വന്നപ്പോഴേക്കും അവരെല്ലാം പോയി കഴിഞ്ഞു. അപ്പോൾ ഹാഡ് ലെഫ്റ്റ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. മൈ ഡാഷ് മൈ വർക്ക് ബൈ ടുമോറോ. ഫിനിഷ് ഉണ്ട്, ഹാവ് ഫിനിഷ്ഡ് ഉണ്ട്, ഫിനിഷ്ഡ് ഉണ്ട്, ഷാൾ ഹാവ് ഫിനിഷ്ഡ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ. നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഡി ഓപ്ഷൻ ആയിട്ടുള്ള ഷാൾ ഹാവ് ഫിനിഷ്ഡ് വരുന്നു. നമ്മൾ ഫ്യൂച്ചറിന് കുറേ കോഡ് പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ കോഡാണ്. സിമ്പിൾ ഫ്യൂച്ചർ പഠിച്ച എങ്ങനെയായിരുന്നു? TNS 2026 പ്ലസ് വില്ല് ഓർ ഷാള് പ്ലസ് V1. TNS 2026 പ്ലസ് വില്ലോ ഷാൾ പ്ലസ് V1. T എന്ന് പറഞ്ഞാൽ ടുമോറോ. T മീൻസ് ടുമോറോ. N എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്. N മീൻസ് നെക്സ്റ്റ്. S എന്ന് പറഞ്ഞാലോ സൂൺ. S മീൻസ് സൂൺ. 2026 എന്ന് പറഞ്ഞാലോ
വരാൻ പോകുന്ന വർഷങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? വിൽ പ്ലസ് V1 എഴുതാം, അല്ല എങ്കിൽ ഷാൾ പ്ലസ് V1. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ. വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നത്. TNS 2026 പ്ലസ് വില്ലോ ഷാൾ പ്ലസ് V1. അതേപോലെ നമ്മൾ രണ്ടാമത് പഠിച്ചത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പറയുന്ന കോഡ് എന്താണ്? അറ്റ് ദിസ് ടൈം. പഠിച്ചോണം. അറ്റ് ദിസ് ടൈം, അതുപോലെ അറ്റ് ദിസ് മൊമെന്റ്, പ്ലസ് TN. T എന്ന് പറഞ്ഞാൽ ടുമോറോ, N എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്. അപ്പൊ നമുക്ക് വാക്കുകൾ എങ്ങനെ ഇട്ടുമുട്ടില്ല? അറ്റ് ദിസ് ടൈം ടുമോറോ. അടുത്തതാണെങ്കിൽ അറ്റ് ദിസ് ടൈം നെക്സ്റ്റ്. അടുത്ത വാക്കാണെങ്കിൽ അറ്റ് ദിസ് മൊമെന്റ് ടുമോറോ. അടുത്ത വാക്കാണെങ്കിൽ അറ്റ് ദിസ് മൊമെന്റ് നെക്സ്റ്റ്. ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്നും ചോദ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? വില്ല്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിരിക്കും. വില്ല് ഓർ ഷാള്, പ്ലസ് ബി പ്ലസ് ING. വില്ലോ ഷാൾ പ്ലസ് ബി പ്ലസ് ING. അപ്പൊ അറ്റ് ദിസ് ടൈം ടുമോറോ, അറ്റ് ദിസ് ടൈം നെക്സ്റ്റ്, അറ്റ് ദിസ് മൊമെന്റ് ടുമോറോ, അറ്റ് ദിസ് മൊമെന്റ് നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? വില്ലോ ഷാൾ പ്ലസ് ബി പ്ലസ് ING. ടെൻസ് ഏതാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇതാണ് നമ്മൾ പഠിച്ച കോഡുകളാണ്. അതുപോലെ അടുത്ത നമ്മൾ പഠിച്ചത് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കാര്യമാണ് പറഞ്ഞു. ഫ്യൂച്ചർ പെർഫെക്റ്റ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല? നമുക്ക് ബൈ വരുന്ന യൂസേജ്, ബൈ ദിസ് ടൈം, അതേപോലെ ബൈ ദിസ് മൊമെന്റ്, പ്ലസ് TN. അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ബൈ ദിസ് ടൈം ടുമോറോ, ബൈ ദിസ് ടൈം നെക്സ്റ്റ്, ബൈ ദിസ് മൊമെന്റ് ടുമോറോ, ബൈ ദിസ് മൊമെന്റ് നെക്സ്റ്റ്. ഇതിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബൈ കഴിഞ്ഞിട്ട് ഒരു ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? വില്ല് ഓർ ഷാള് പ്ലസ് ഹാവ് പ്ലസ് V3. ഉത്തരം വില്ലോ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. അത് കഴിഞ്ഞ് ബൈ പ്ലസ് ടുമോറോ വന്നു കഴിഞ്ഞാലും ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക് കണ്ട, എൻഡ് ഓഫ് ദ വീക്ക്, ബൈ ദ നെക്സ്റ്റ് മന്ത്. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഏത് വന്നാലും ഉത്തരം എന്തായിരിക്കണം? ബൈ കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? വില്ലോ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഇവിടെ നോക്കണോ? ബൈ കഴിഞ്ഞിട്ട് ചോദ്യം നോക്കി എന്ത് ചെയ്യും? ബൈ കഴിഞ്ഞിട്ട് ടുമോറോ എന്ന് പറയുന്ന വാക്കെടുക്കും. ഉത്തരം ഏതാണ്? വില്ലോ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. അത് നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഡി ഓപ്ഷൻ ആയിട്ടുള്ള വിൽ ഹാവ് ഫിനിഷ്ഡ് ഔട്ട് ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കി. ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവറിന്റെ കളക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയോ, ഗാർലൻഡ് ഉണ്ട്, അതുപോലെ ഏതുണ്ട്? ഫ്ലീറ്റ് ഉണ്ട്, അതുപോലെ ബാൻഡ് ഉണ്ട്, അതുപോലെ ട്രൂപ്പ് ഉണ്ട്. ഇതിൽ ഏതാണ് എന്തിന്റെ കളക്ടറാണ്? നമ്മളെ ഫ്ലവറിന്റെ. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് ഓപ്ഷൻ? A ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. A ഓപ്ഷൻ ആയിട്ടുള്ള ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി കാരണം പറയട്ടെ, നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ ഹാരം, നമ്മളിപ്പോ കല്യാണം എന്ന് പറയുന്നത് പയ്യന്മാരെ സംബന്ധിച്ചിട്ട് പയ്യന്മാരെ സ്വീകരിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഹാരം ഇട്ട് ബൊക്കെ കൊടുത്ത് റീത്ത് വയ്ക്കേണ്ട പരിപാടിയാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അത് റീത്ത് വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജന്മം തീർന്ന് അടുത്ത ജന്മം തുടങ്ങിയെന്നാണ് കേട്ടോ. ഹാരമിട്ട് ബൊക്കെ കൊടുത്ത് റീത്ത് വയ്ക്കുന്നു. അപ്പൊ നോക്കി, നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഹാരത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്, ബൊക്കെ BOUQUET, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, റീത്ത് WREATH, റീത്ത് ഓഫ് ഫ്ലവേഴ്സ്. മറക്കല്ലേ. അതുപോലെ ബഞ്ചും പറയും കേട്ടോ, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സും പറയും, BUNCH, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ച് ഓഫിനകത്താണെങ്കിൽ ഫ്ലവർ മാത്രമല്ല ഫ്ലവേഴ്സ് വരാറുണ്ട്, അതുപോലെ കീ, ബഞ്ച് ഓഫ് കീസ് പറയാറുണ്ട്, ബനാന പറയാറുണ്ട്, ഗ്രേപ്സ് പറയാറുണ്ട്, ഗ്രേപ്പ് പറയാറുണ്ട്. ബഞ്ച് ഓഫ് ബനാന, കീസ്, ഗ്രേപ്സ്, ഇതെല്ലാം പറയും. അടുത്ത ഫ്ലീറ്റ് ആണെങ്കിലോ, ഫ്ലീറ്റ് ഓഫിനകത്ത് വെഹിക്കിൾസ് ആണ് കേട്ടോ. ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസിനകത്ത് ഏതൊക്കെയുണ്ട് കൂട്ടില്ല? വാഹനങ്ങൾ, കാറ്, ബസ്, ലോറി, അതേപോലെ ഷിപ്പ്, അതുപോലെ ട്രെയിന്, ഇതിൻ്റെ എല്ലാം എയ്റോപ്ലെയിൻ എല്ലാം ഫ്ലീറ്റ് ഓഫ് ആണ്. അടുത്ത ബാൻഡ് ആണ് കേട്ടോ. ബാൻഡ് ഓഫ് ആണെങ്കിൽ
ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. മ്യൂസീഷ്യൻസിന്റെ കളക്ടറാണ് ബാൻഡാണ് കേട്ടോ. ഇനി ഒക്കെ ട്രൂപ്പാണ്. TROUPE ട്രൂപ്പ്. TROOP ട്രൂപ്പും ഉണ്ട്, TROUPE ട്രൂപ്പും ഉണ്ട്. ഈ ട്രൂപ്പ് ആണെങ്കിൽ മങ്കി, ഗൊറില്ല, ചിമ്പാൻസി കുരങ്ങന്മാരുടെ കളക്ടറാണ് TROOP ട്രൂപ്പ് ഇല്ലേ. എന്നാൽ ട്രൂപ്പ് TROUP ട്രൂപ്പ് ആണെങ്കിൽ ആർട്ടിസ്റ്റ് ഡാൻസേഴ്സ്. ആർട്ടിസ്റ്റ് ഡാൻസേഴ്സ് മറക്കരുത്. ആർട്ടിസ്റ്റ് ഡാൻസേഴ്സ്. അടുത്ത ചോദ്യം നോക്കിയേ. കോസ്റ്റ് ദ എർത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണ്? ഇഡിയമാണ്. അപ്പൊ നോക്കിയേ, ഈസ് വെരി കോസ്റ്റ്ലി ഉണ്ട്, ഈസ് ചീപ്പ്, ഈസ് സോൾഡ്, അതേപോലെ ഈസ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഏതാ? എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷനാണ് ഉത്തരം. കോസ്റ്റ് ഇന്നത്തെ കാലത്ത് ഭൂമിയുടെയൊക്കെ വില എന്ന് പറയുന്നത് വളരെ വലുതാണ്, അല്ലെങ്കിൽ വളരെ കൂടുതലാണ്. കോസ്റ്റ് ദ എർത്ത്. കോസ്റ്റ് ദ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? വെരി കോസ്റ്റ്ലി എന്നാണ്. വെരി കോസ്റ്റ്ലി, വെരി കോസ്റ്റ്ലി. എന്നാൽ ബൈറ്റ് ദ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, ബൈറ്റ് ദ ഡസ്റ്റ്. ബൈറ്റ് ദ ഡസ്റ്റ് മണ്ണ് കടിക്കുക. നിങ്ങൾ യോധ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു സീനിൽ ജഗതി എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണൊക്കെ പിരണ്ട് വരുന്നുണ്ടോ? അപ്പൊ തോറ്റല്ലേ വരുന്നത്? ബൈറ്റ് ദ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫെയിൽ എന്നാണ് കേട്ടോ. ബൈറ്റ് ദ ഡസ്റ്റ് ഫെയിൽ, പരാജയപ്പെടുക എന്നാണ്. ഇനി നോക്ക്, അടുത്തതാണ് എഗ് ഓൺ യുവർ ഫേസ്. എഗ് ഓൺ യുവർ ഫേസ്. എഗ് ഓൺ യുവർ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എഗ് ഓൺ യുവർ ഫേസ്. മേക്ക് എ ഫാൾട്ട് എന്നാണ് കേട്ടോ. മേക്ക് എ ഫാൾട്ട്, തെറ്റുകൾ വരുത്തുക. മേക്ക് എ ഫാൾട്ട്. ഓക്കെ. എന്നാ ത്രോ സം, ത്രോ സം മഡറ്റ് എന്ന് പറഞ്ഞാൽ ത്രോ സം മഡ് അറ്റ്, മഡറ്റ്, ത്രോ സം മഡറ്റ്, ചെളിവാരി എറിയുക, ഇൻസൾട്ട് ചെയ്യുക എന്നാണ് കേട്ടോ. ത്രോ സം മഡറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട്, അവഹേളിക്കാൻ. ഇതെല്ലാം ഇടിയാണ്. ത്രോ സം മഡറ്റ്, ഇൻസൾട്ട്. ഓക്കെ. എന്നാ ത്രോ സം കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ത്രോ സം കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ, ത്രോ സം കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തോ? കോൾഡ് വാട്ടർ, വാട്ടർ ഡിസ്കറേജ് ചെയ്യുക എന്നാണ് കേട്ടോ. വാട്ടർ എന്ത് ചെയ്യുന്നൂടെ? ത്രോ സം കോൾഡ് വാട്ടർ. ഡിസ്കറേജ്, ഡിസ്കറേജ് ചെയ്യുക. അല്ലെങ്കിൽ ലെസ് ആംഗ്രി, ദേഷ്യം കുറയ്ക്കുക. ആംഗ്രി എന്നല്ല, ലെസ് ആംഗ്രി. നമ്മൾ ദേഷ്യമൊക്കെ കുറയ്ക്കുക എന്നൊക്കെ പറയില്ലേ? ത്രോ സം കോൾഡ് വാട്ടർ, ഡിസ്കറേജ് അല്ലെങ്കിൽ ലെസ് ആംഗ്രി. ത്രോ സം കോൾഡ് വാട്ടർ മറക്കരുത്. അടുത്ത് നോക്കി, ചൂസ് ദ എന്ത് ചെയ്യുന്നൂടെ? പാസീവ് അല്ലെങ്കിൽ ചൂസ് ദ വോയിസ് അല്ലെങ്കിൽ ചേഞ്ച് ദ വോയിസ്. ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യം ബൈ പ്ലസ് സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതൊരു എന്ത് വോയിസ് ആണ്? ഇത് പാസീവ് ആണ്, പാസീവ് വോയിസ് ആണ്. ഇതിന് എന്തിലോട്ട് മാറ്റണം? ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റണം. അപ്പൊ ആക്റ്റീവില് മാറ്റാൻ പറയുന്നത് നിങ്ങൾ നോക്കിയ ചോദ്യം മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും അവസാനം വരുന്ന വാക്ക് എന്താ? ബൈ ചേർത്ത് പറഞ്ഞ സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് ഹെറാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് എന്തായിട്ട് മാറ്റണം? ഷീ ആയിട്ട് സബ്ജക്റ്റ് വരണം. അപ്പൊ നോക്കി, എല്ലാത്തിനും ഷീ ആണ് വന്നിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നതിൽ നിന്ന് മനസ്സിലായി. അപ്പൊ നോക്ക്, ഓക്സിലറി കഴിഞ്ഞിട്ട് ഈസ് കഴിഞ്ഞിട്ട് V3 ആണ് വരുന്നത്. ഈസ് വരുന്ന സെൻസിൽ ബീയിങ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഈ V3 വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമുക്ക് വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരുന്ന സെന്റൻസുകളുടെ പാസീവ് അല്ല എങ്കിൽ, ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളുടെ പാസീവ്. വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളുടെ പാസീവ്. ഒബ്ജക്റ്റ് എഴുതുക, ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് V3. ഒബ്ജക്റ്റ് ഓക്സിലറി വെർബായിട്ട് ഏതൊക്കെ എടുക്കാം? ഈസ്, ആം, ആർ പ്ലസ് V3. ഒബ്ജക്റ്റ് ഈസ്, ആം, ആർ പ്ലസ് V3. നമുക്ക് ഇവിടെ ഈസ് പ്ലസ് V3 ആണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നമുക്ക് ഡസ് വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടാ? ഡു വരുന്ന ഓപ്ഷൻ ഉണ്ടാ? V1 എസ്സിലോ അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ടാ? നോക്കിയാണ്, നമുക്ക് ആകെ ഡസ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, എ ഓപ്ഷൻ. അതുകൊണ്ട് എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. സംശയമുള്ളവർ എന്ത് ചെയ്താതെ അതിന്റെ പാസീവ് എഴുതുക. ഡസ് വരുന്ന സെൻസിൽ നമുക്ക് എന്ത് എഴുതാം? ഒബ്ജക്റ്റ് എഴുതുക, ഓക്സിലറി ആയിട്ട് ഈസ്, ആം, ആർ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക, V3. അപ്പൊ ഇതൊരു ഇന്ററോഗേറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണ്: പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. നമ്മൾ പഠിച്ചതാണ് പാസീവ് റൂൾ. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തതുകൊണ്ട് ഓക്സിലറി തൊട്ട് തുടങ്ങി. ഓക്സിലറി നമ്മൾ ഈസ്, ആം, ആർ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഇല്ലേ? ഇവിടെ നോക്കണേ, ഇവിടെ ഇംഗ്ലീഷ് സിംഗുലാർ ആകുന്നത് നമ്മൾ ഈസ് എഴുതി. അടുത്ത ഒബ്ജക്റ്റ് ഏതാ? വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് ഇംഗ്ലീഷ്, ഈസ്
ഇനി എന്തെഴുതാൻ പറഞ്ഞു? V3. V3 ഏതാ? എന്ത് ചെയ്യും? നമുക്ക് ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഓക്സിലറി കഴിഞ്ഞ് ഒബ്ജക്റ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യും? പാസീവ് റൂൾ. പാസീവ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ബാലൻസ് എടുക്കുന്ന V3 മാത്രമേ ഉള്ളൂ. ആ V3 അതുപോലെ എഴുതുക. സ്പീക്കിന്റെ മൂന്നാമത്തെ രൂപം സ്പോക്ക്. എന്ത് ചെയ്യുന്നുണ്ട്? സോറി, എന്ത് ചെയ്യുന്നുണ്ട്? ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ. സ്പോക്കൺ ബൈ ആരാണ്? സബ്ജക്റ്റ് ഏതാ? ഹി ആണ്, അല്ലെങ്കിൽ ഷീ ആണ്. ഷീ എന്തായിട്ട് മാറുന്നു? ഇത്രേ ഉള്ളൂ. പാസീവ്. തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം തന്നെ ചെയ്തു നോക്കുക. എന്നിട്ട് എല്ലാവരും മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ആ ടോപ്പിക്ക് കവർ ചെയ്താണ് പറഞ്ഞു തരുന്നത്. ചോദ്യവുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളൊന്ന് കുറിച്ചെടുക്കുക. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചും കൂടെ എന്ത് ചെയ്യും? ഇങ്ങനെ വേഗത്തിൽ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എഴുതുമ്പോഴാണ്, ഞാൻ അതിനോടാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എഴുതുമ്പോഴത്തേക്കും സ്പീഡിന് പറഞ്ഞു പോയി എഴുതുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് കുട്ടികളെ അത്ര ഇത് വരാത്തത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച്, ഇനി അടുത്ത് ഞാൻ ശ്രദ്ധിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുന്നു? വളരെ ക്ലിയർ ആയിട്ട് തന്നെ എഴുതിയെടുക്കുക. ഞാൻ പറയുന്ന കേട്ടിട്ട് എന്തെങ്കിലും വ്യക്തത കുറവോ അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങളിൽ വ്യക്തത കുറവോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് പറയുന്ന കേട്ടും കൂടെ ഒന്ന് എഴുതി പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വ്യക്തമായിട്ടാണ് എഴുതി ഓരോന്നും പോയത്. അപ്പം എഴുതി പറഞ്ഞിങ്ങനെ വരുമ്പോൾ ഇച്ചിരി എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ പറഞ്ഞ് വരാനേ പറ്റുള്ളൂ, പറഞ്ഞ് എഴുതി വരാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മറ്റേ വേഗത ഇച്ചിരി കൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വേഗത്തിൽ എഴുതുമ്പോഴത്തേക്കും ഷോർട്ടായിട്ടൊക്കെ എഴുതി പോകണത്. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോണേ. ഓക്കെ, താങ്ക് യു.